ഇതിനു മുമ്പൊക്കെ പലപ്പോഴും മാധ്യമങ്ങളോട് ചോദിക്കാറുണ്ട്, വല്ലതിനെ കുറിച്ച് പറയാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കണ്ണി ഇപ്പം നിങ്ങൾ പറഞ്ഞ സുനിൽകുമാറാണ്. സുനിൽകുമാർ എന്ന ലോകസഭയിൽ തോറ്റോടുകൂടി ആൾക്ക് മാനസിക തകരാറാണ്. ഒരു മാനസിക പ്രതിബന്ധത്തിൽ നടക്കാണ്. അതിൻ്റെ പേരിൽ ഇപ്പോഴുള്ള അപരാധിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇതൊക്കെ ഈ ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി പറയേണ്ടായി. പക്ഷേ ഇത് ഇന്നലെ ഉണ്ടായ അപകടകരമായ ഒരു സൂചന നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്താ പറയുക, തേജോധം ചെല്ലുന്ന സമീപനമാണ് സുനിൽകുമാർ നേതൃത്വം നൽകുന്ന പാർട്ടി സ്വീകരിച്ചത്. അപ്പോൾ സുനിൽകുമാറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു TR രമേഷ്കുമാറുണ്ട്, വക്കീലാണ് അദ്ദേഹം. അവരാണ് നിയമ ഉപദേശം, രണ്ടുപേരും വക്കീലുമാരാണ്. അവരെ നിയമ ഉപദേശം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതിനകത്ത് ഇന്നലെ ഉണ്ടായ ഒരു കാര്യം, ഞാൻ അഥവാ ഈ പറഞ്ഞ അസറുമായി ബന്ധപ്പെട്ട് കാര്യം ചോദിച്ചറിയണ്ടായി. അദ്ദേഹം ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോയതാണ്. നിരന്തരമായി അസറിനെ വെറുതെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് ഫലമായി SP-ക്ക് ഒരു പെറ്റീഷൻ കൊടുക്കണം എന്ന് അദ്ദേഹം പോയി. SP-യുടെ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് മാറ്റി വലപ്പാട് പറഞ്ഞു വെച്ചു. വലപ്പാട് മാറ്റി ഇരിങ്ങലൂടെ കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് കൊടുങ്ങല്ലൂർക്ക് മാറ്റാണ് ഉണ്ടായത്. അതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തോ ഒരു ഭയപ്പാട് കടന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയത്. അസർ മസീദ് എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തമ സുഹൃത്തോടും അങ്ങനെ പോലെയാണ്. അവനുണ്ടാകുന്ന എന്തുണ്ടെങ്കിലും എനിക്ക് ബാധിക്കും എന്ന് വെച്ച കാഴ്ചപ്പാടിലാണ് ഈ സുനിൽകുമാറും ടീമും. വേറെ എന്താണ്, നിങ്ങൾ മൊബൈലിൽ പിടിച്ച് നോക്കിയാൽ അറിയാം അദ്ദേഹം ചെയ്തിട്ടുള്ള അപകടകരമായ സൂചന എന്താണ്. അതിൻ്റെ അകത്ത് ഞാൻ DSP ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ഒന്നുമില്ല. പേയ്മെന്റ് സീറ്റ് അതാര്, ഗോപി, ഗീതാ ഗോപി എന്ന് പറയുന്നു. അതുകൊണ്ട് അതിനകത്ത് കൊണ്ട് 225 പവൻ കൊടുത്തത് ആര്, ഗീതാ ഗോപി. അതിൻ്റെ അകത്തൊന്നും SC/ST വിഭാഗമായ ഒരു കാര്യം അതിൻ്റെ അകത്ത് പറയുന്നില്ല. പക്ഷേ അവർ സ്ഥാനാർത്ഥിയായി എന്നതിൻ്റെ പേരിലാണ് ഈ പറയുന്ന SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട കേസ് ആ ചെക്കൻ്റെ പേരിൽ ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞു, നിങ്ങൾ നിയമപരമായി എന്താണ് മുന്നോട്ട് പോക്കോ, ഒരു ജയിലിൽ അടയ്ക്കേണ്ട വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ CPI ഞാൻ സ്ഥാനാർത്ഥിയാവുന്ന മുമ്പ് തന്നെ അന്തിക്കാട് സെന്ററിൽ വലിയ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞ എന്നെ നിങ്ങൾ പറഞ്ഞ പോലെ, ഇപ്പോൾ തന്നെ എന്നോട് ചോദിച്ച പോലെ അതിനകത്ത് പറയുന്നത് എന്താ, എന്നെ വളർത്തിയത്, എന്നെ ജീവിച്ചത്, എനിക്ക് കല്യാണം കഴിച്ചത്, എൻ്റെ മക്കളെ ഇതുമായി ബന്ധപ്പെട്ട ജോലി തന്നത്, ഇതൊക്കെ എന്താ പറയാൻ അവർക്ക് എന്താ യോഗ്യത? 58 വർഷക്കാലം ഈ പാർട്ടിനകത്ത് നിന്ന് എൻ്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ട് പോലും എനിക്കൊരു ജോലി തന്നു. അതിപ്പോൾ എവിടെയുള്ളതില്ലാത്തത്. ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്നത് അന്തിക്കാട് ചെത്തുത്താളി സ്ഥാപനത്തിലാണ്. ആർക്കാണ് ജോലി? നിങ്ങൾ പരിശോധിച്ചോ? CPIയുടെ നേതാക്കന്മാരെ ഭാര്യമാർക്കാണ് ജോലി കൊണ്ട് പാവപ്പെട്ടൊരു തുക കൊടുത്തിട്ടുണ്ടോ? പരിശോധിക്കപ്പെടണം. ഇതൊക്കെ സുനിൽകുമാർ നേതൃത്വം നൽകുന്ന ചെത്തുതൊഴിലാളി യൂണിയന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കൊടുക്കുന്നത്. അതൊരു വലിയ അന്ധതയാണ്. ഇപ്പൊ അതെന്ന് പറയാനൊന്നുമില്ല. ഇപ്പൊ ഭയപ്പാടാണ്. അപ്പൊ അദ്ദേഹത്തിന് SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെക്കന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അതിൻ്റെ അടുത്ത് ഞാൻ അവിടെ തന്നെ ഇരുന്ന് DSPക്ക് ശേഷം അവിടെ കുത്തിയിരുന്ന് ചെറിയ സമരം നടത്തി കുറച്ച് മുദ്രാവാക്യം വിളിച്ചു. പക്ഷെ എനിക്ക് തോന്നിയത്, അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ എന്റെ മനസ്സിൽ തോന്നിയത്, ഇത് ചില തരികട പരിപാടിയാണ്. ചില സമയത്ത് തോൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടേതായ അഭിമാനം ഇല്ലാതെ പോകില്ല. ആരെ നടത്താൻ പോകുന്ന അഭിമാനം ഇല്ലായ്മ നടത്താൻ പോകുന്നത് ഒരു SC-യായി ബന്ധപ്പെട്ടുള്ള CC മുണ്ട് എത്ര വലുതാവാൻ പാടുണ്ടോ? അതാണ് അവരെ മനസ്സിലുള്ള. ഞാൻ വേറെ ജാതിയെ കുറിച്ച് പറയുന്നില്ല. അന്തിക്കാട് പ്രദേശത്തെ കുറിച്ച് വളരെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചു നടക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അവരുടെ ഈ പറയുന്ന സ്വഭാവവും എന്റെ സ്വഭാവം കൂടി നിങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അസറിനെ ചെയ്ത ആ നടപടിക്രമം ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരെ വിലയിരുത്തേണ്ടതാണ്. അന്തിക്കാട് സെന്ററിൽ വെച്ച് പ്രസംഗിച്ച 2-3 പേര്, ഒന്ന് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മസൂദല്ല, മറ്റേ സന്ദീപ്. അയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാൻ SC അല്ലേ, എനിക്ക് ആ കേസ് കൊടുത്തോളെ, എന്റെ അടുക്കളയിൽ കയറി തല്ലും എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് അന്തിക്കാട് സെന്ററിൽ. വേറെ ആരുമല്ല എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ അന്തിക്കാട് സെന്ററുമായി ബന്ധപ്പെട്ട് പോയി നോക്കിയാൽ അവര് പറയും ഇങ്ങനെ എന്താണ് അവിടെ പ്രസംഗിച്ചതെന്ന്. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലെറ്റർ പേടി എന്നെ പ്രാഥമിക അംഗത്വം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അവര് പറയാൻ ആരാ? ആ പറയാൻ പരിശോധിക്കണ്ടേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ പറയണ്ടെങ്കിലും സുനിൽകുമാർ എങ്ങനെ വലുതായ ഒരു നുണ പറഞ്ഞിട്ടല്ലേ? അയാൾ പറയുന്ന ചെത്തുതൊഴിലാളി മകൻ. ആരാണ് ചെത്തുതൊഴിലാളി മകൻ? അവൻ ഷാപ്പ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. സുനിമ ചെത്തുതൊഴിലാളിന് മാറ്റുന്നില്ല. അവനേക്കാൾ കൂടുതൽ ചെത്തുതൊഴിലാളി സമരങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഒരുപാട് ത്യാഗമായി ബന്ധപ്പെട്ടു. അതുകൊണ്ട് ഒരു ജോലി തന്നു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടാക്കി എന്നൊക്കെ പറയുന്നത്
വളരെ ബോസ് ആയ രീതിയിലുള്ള സമീപനം ചെയ്തു. ഇപ്പോഴും ഒരു വാർത്ത ഞാൻ കണ്ടു, ഇപ്പോൾ പറഞ്ഞ വാർത്ത കണ്ടു. ഇതൊക്കെ സ്വയം വ്യക്തിപരമായ സമീപനം ചെയ്തിരിക്കുകയാണ്. ആരെ കുറിച്ച് ഇത് മറ്റേ LDF സ്ഥാനാർത്ഥി അവരെന്താണ് പ്രത്യേകത എനിക്ക് മനസ്സിലായില്ല. ഇവരെന്താ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായ ചില സമീപനങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന LDF സ്ഥാനാർത്ഥിയുമായി ബന്ധം ഇത്ര താല്പര്യം കാട്ടുന്നത്. അവർക്ക് എന്താ പ്രത്യേകത? അവർ 2 പ്രാവശ്യം ഗുരുവായൂർ ചെയർമാനായിരുന്നു. ഇങ്ങനെ പ്രത്യേകത ഒരു പാർട്ടിയിലും ഒരു ബന്ധം ഉണ്ടായിരുന്നത് ഞാനുമായി ഇപ്പൊ ബന്ധമുള്ള BJP-യിലായിരുന്നു. എന്തൊരു കാര്യവാഹം അതൊക്കെ ആയിരുന്നു പറഞ്ഞാല് ഈ പറഞ്ഞ ഗീതാഗോപി. അപ്പൊ അതൊക്കെ കുറെ ചരിത്രങ്ങൾ പറയാണ്ടാണ്. അപ്പൊ ഇന്നലെ വരെ ഞാൻ ആലോചിച്ചത് ഗീതാഗോപി ആകുമ്പോൾ എനിക്ക് പകരം വരുന്ന ഓരോ ചില സെറ്റിൽമെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഇതിന്റെ അകത്ത്. അത് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നുമായി ബന്ധപ്പെട്ട നേതാക്കളോട് ചോദിക്കാതെ അത് പറയുന്നത് ശരിയല്ല. എന്നെ പോലെ തന്നെ പറയുന്നത് സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ചു പറയുന്നു. ഇതുപോലെ തന്നെ ഗോപിക്ക് സംഖ്യ കുറവ് വന്നപ്പോഴാണ് വേറെ പാർട്ടിയിലേക്ക് പോകാൻ സമയം. അത് മാത്രമല്ല ഈ സ്ഥാനാർത്ഥിത്വം എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് അതാത് ഘടകത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിർദ്ദേശിച്ച 13 പേര് കൊടുക്കുന്നുണ്ട്. ഒരാളും മോശക്കാരല്ലേ 13 പേര്. ഈ 13 പേരെ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ പറയുന്ന ഈ പറയുന്ന ഗീതാവിനെ കൊണ്ടുവരാൻ. എന്താ പ്രത്യേകത അവർക്ക് എന്താ പ്രത്യേകത? അവർ കഴിക്കാൻ തീരുമാനിച്ചത് SC/ST-യുമായി ബന്ധപ്പെട്ട ആ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ വെച്ച് ചില പണികൾ നടത്താം എന്നാണ് ആഗ്രഹം. നിങ്ങൾ അവിടെ സ്വത്ത് പരിശോധിക്കൂ. ആരാ ഗീതാഗോപിയുടെ സ്വത്തും എന്റെ വലിയ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ആര്? ഈ സുനിൽകുമാറിന്റെ നേതൃത്വത്തില് വലിയ നോട്ടീസ്. ഞാൻ എന്ത് ചെയ്യുന്നു, എന്താണ് എന്റെ പണി എന്നൊക്കെയാണ് പല രീതിയിലുള്ള നമ്മുടെ മോശപ്പേരുണ്ടാകുന്ന വലിയ നോട്ടീസ്. അതൊക്കെ അവിടെ ജനങ്ങൾ മറുപടി പറഞ്ഞോളും. അപ്പൊ ആ രീതിയിൽ വളരെ എന്താ പറയാ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ, ചിലരുടെ താല്പര്യം സംരക്ഷിക്കാൻ, സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ നടത്തുന്ന ചില സമീപനങ്ങൾ അതെന്തായാലും ഈ പ്രാവശ്യം നാട്ടിക നിയോജകത്തിൽ നടക്കില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതിന്റെ ചില ഭാഗമാണ്. നിങ്ങൾ അവിടെ വന്ന് 10 മിനിറ്റ് പോയി ചോദിച്ചോ. എന്നെയും അതുപോലെ തന്നെ ഈ LDF സ്ഥാനാർത്ഥിയെ കുറിച്ച് പരിശോധിച്ചോ. ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പരിശോധിച്ചോ. എന്താണ് മാനദണ്ഡം? ഇനിയിപ്പോൾ CC മുന്നണിയെ കുറിച്ചും ഗീതാഗോപിയെ കുറിച്ചും സുനിൽ ലാലിനെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി ചർച്ച ചെയ്യുമ്പോൾ അവർ പറയും ആരാണ് ഭേദപ്പെട്ടവൻ. അങ്ങനെ ചർച്ചകൾ രൂക്ഷമായി വന്നപ്പോഴാണ് ഇപ്പോ അവരുടെ മാനസികമായ തകരാറ് ഉണ്ടാകുന്നത്. എന്താ തകരാറ് ഉണ്ടാകുന്നത്? അവരെ മാനസിക തകരാറ് ഇപ്പോ 9-ാം തീയതി സംഭവിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് മുന്നോട്ട് പോകാനും എന്നെ എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയും, എങ്ങനെ തകർക്കാൻ കഴിഞ്ഞാൽ ഏതായാലും എനിക്ക് മരിക്കോളം ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുകയാണ്. എന്തു സംഭവിച്ചാലും ജീവൻ ഉണ്ടെങ്കിൽ പോലും ഇതിനെ മറുപടിയായി പിന്നെ ഇവർ പറയുന്നത് എന്നെ തല്ലും കുത്തുന്നൊക്കെ പറയണ്ടായി. അവർക്കറിയാലോ എന്നെ തല്ല് പഠിപ്പിച്ചതാരാ. അവരുടെ പാർട്ടിക്ക് അറിയാം എന്നെ തല്ല് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും സ്റ്റേറ്റിൽ പോയിട്ട് എന്നെ പരിശീലനം തന്നിട്ടുണ്ട്. എന്നിട്ട് അന്നറിയാത്ത ആ മഹാരാണ് ആ ജില്ലാ പഞ്ചായത്ത് മുമ്പിൽ പറയാണ് എന്റെ അടുക്കളയിൽ കയറി തല്ലുന്നു. എന്റെ മക്കളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ പോവാ. എന്റെ വീട്ടില് എന്റെ ഭാര്യയും SC വിഭാഗത്തിൽപ്പെട്ടതല്ലേ, എന്റെ മക്കളും SC വിഭാഗത്തിൽപ്പെട്ട. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കം ചെറിയ ബ്രാഞ്ചിലെ എല്ലാവർക്കും അടക്കം എന്റെ മക്കളും ഭാര്യയും കൂടി പരാതി കൊടുക്കും. ഇനി പരമാവധി എന്റെ വിഭാഗവുമായി ബന്ധപ്പെടുന്ന അവരെ കൊണ്ട് പെറ്റീഷൻ കൊടുക്കാൻ പോവാണ്. പരാതി കൊടുക്കുക. അതൊക്കെ പരാതി കൊടുക്കാൻ കഴിയാത്തത്. അപ്പൊ ഞാൻ DSP ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്നെ കുറിച്ച് മോശമായ പരാതി പറഞ്ഞു, നിങ്ങൾ എന്തൊന്നും ചെയ്യാത്തത്? SP-നോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാത്തത്. അതൊക്കെ പറയാം. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? എന്നെ 5 വർഷക്കാലമായി ഒരു MLA എന്നാക്കിയതിന്റെ പേര് അവര് പറയുന്ന PM-മാരെ വെച്ചു. എവിടെ? എനിക്ക് PM-മാര് സർക്കാർ വെച്ചു. അത് മസൂദ് എന്ന് പറഞ്ഞ വീര വിക്രമിനെയാണ് വെച്ച് തന്നത്. അതാര് പറഞ്ഞിട്ട്? സുനിൽകുമാർ പറഞ്ഞിട്ട്. സുനിൽകുമാറിന്റെ ബ്രാഞ്ച് എന്താ പറയാ MLA ആയപ്പോഴും അതുപോലെ തന്നെ മന്ത്രി ആയിരുന്നപ്പോഴും ദീർഘകാലം അവിടെ PA ആയിരുന്നു. ആ ആളെ എനിക്ക് ഇട്ട് തന്നെ എനിക്ക് അയാളെ വേണ്ട എന്നാണ് അന്ന് പറഞ്ഞത്. എനിക്കാണ് ഇഷ്ടമല്ല. ഞാൻ പലപ്പോഴും ചില കാര്യങ്ങൾക്കായിട്ട് മന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നവന്റെ സമീപനം അവനാണ് മന്ത്രിയാണെന്ന്. ഇപ്പോ എന്റെ സമീപത്തിൽ അവനാണ് MLA, ഞാനല്ല. ദിവസം എന്നോണം അദ്ദേഹം ചെയ്തിരുന്ന പണി എന്താ? എന്റെ ഒക്കെ കുറെ ലെറ്റർ പേഡ് വെച്ച് ഒപ്പിടിച്ച് വയ്ക്കും. ആ ഒപ്പിടിച്ച് വരുന്ന ഒപ്പിടിപ്പില്ല പണി. അപ്പൊ ആരെന്നോട് പറഞ്ഞു, ഒരു CPM നേതാവ് പറഞ്ഞു, അല്ല CC മുന്നനാണോ MLA അത് മസൂദ് ആണോ MLA ചോദിച്ചു. നിങ്ങൾ വേണം പരിശോധിച്ചോ. മസൂദിന്റെ വീട് പോയി പരിശോധിക്കേ, എന്റെ വീട് പരിശോധിക്കേ. ഇപ്പൊ വല്ല മറ്റാ പത്രത്തിൽ പറയുന്നുണ്ട് ഏതിലാവും നോട്ടീസില്ല എന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയും. നിങ്ങൾ രണ്ടും കൂടി തർജ്ജമ ചെയ്യും. ആ തർജ്ജമയുടെ അകത്ത് എന്താണ് വരുന്നത് നിങ്ങൾ ആദ്യം പരിശോധിച്ചോ. ഇപ്പൊ ഞാൻ ചെയ്തൊരു അപകടം എന്താ പറയുന്നത്? ഞാൻ BJP ആണ് ഇതിനെ വല്ലാതെ സംബന്ധിച്ചു. സത്യം അതാണല്ലോ. എനിക്ക് യാതൊരു ഗതി ഇല്ലാത്തവരൊന്നും എന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് BJP
എന്നെ സഹായിക്കാമെന്ന് ഞാൻ അങ്ങനെ സ്വീകരിക്കേണ്ടത്? നിങ്ങൾക്ക് സത്യസന്ധമായി പരിശോധിക്കാമല്ലോ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്. എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ അപ്പുറത്ത് പറയുമ്പോൾ എന്നെ തല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനം വേണ്ടേ? ഒരു പ്രസ്ഥാനം വേണ്ടേ? പിന്നെ ചില നമുക്ക് പറഞ്ഞു കോൺഗ്രസിൽ പോയി മറ്റൊരു പറയട്ടെ, ഇതൊക്കെ പത്രക്കാരുടെ ചില സമീപനല്ലേ? ഇത് പറയുന്നത് ആരാ? കോൺഗ്രസിൽ പോയി പറയുന്നത് ആരാ? VL സുനിൽകുമാറല്ലേ? CPIക്കാരല്ലേ പറയുന്നത്? എന്താണ് പറയുന്നത്? പല പാർട്ടിക്കാരൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്താണ് പറയാത്ത? അങ്ങനെ മോശപ്പേരുണ്ടാക്കി എത്ര ഉണ്ടാക്കിയാലും സുനിൽകുമാറിനോടുള്ള അപകടസ്ഥിതിയൊന്നും ഞാൻ ഇതുവരെ പ്രസാദം ഉണ്ടാക്കി. അവന്റെ സ്വത്ത് പരിശോധിക്കോ? പറയാൻ ഇനി ഇത് കഴിഞ്ഞാൽ ഇനി പറയാൻ സമയം കിട്ടും. ഞാൻ ജയിച്ചു വരുമ്പോൾ ഇനി പറയേണ്ടി വരും. എന്താ സുനിൽകുമാറിന്റെ സ്വത്തിനെ കുറിച്ച് ഒരു ലിസ്റ്റ് കിട്ടിയിട്ടിപ്പോ ആ ലിസ്റ്റ് പുറത്തു വിടാൻ പോവാണ്. എന്താണ് ഇപ്പോൾ അതിനേക്കാളും മോശമായ വീട്ടിലാണ് താമസിക്കുന്നത്. ഇനി ചെറിയ വരപ്പെടും. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഞാൻ സത്യനന്ദി കണ്ട വീടിനോട് അവിടുത്തെ ചില ആൾക്കാർ പറഞ്ഞു, ഈ വീട് കണ്ടിട്ടുണ്ടോ? ചൂണ്ടിക്കാട്ടി അപ്പുറത്തൊരു വീടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞാൽ എന്റെ പെങ്ങളവരൊക്കെയാണ് നമുക്കെന്ന് പറയുന്നു. അതൊന്നല്ല സത്യം. ഇതൊക്കെ അദ്ദേഹമായി കൊളാബറേഷൻ എന്ന് പറയില്ല പണ്ട് ഈ ചില സൂത്രം പഠിക്കാൻ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ എന്ത് വരുമാനം? അപ്പൊ ഇതൊക്കെ വെച്ച് എന്റെ ശമ്പളം ശരിയാണ്. കൃത്യമായി എന്നെ ഞാൻ ലീവ് എടുത്ത് പോകുമ്പോൾ ശമ്പളം കൃത്യമായി അത് റേഷൻ എടുത്ത് നോക്കിയാൽ അറിയാലോ. ആ റേഷൻ എടുത്ത് നോക്കിയാൽ തൊഴിലാളി സംഘത്തിന്റെ റേഷൻ എടുത്ത് നോക്കിയാൽ എനിക്ക് എത്ര ശമ്പളമാണ് തന്നെ 2 ദിവസം ലീവ് എടുത്ത് അപ്പൊ എല്ല് വരച്ച് നടപടി ചെയ്യും. ആരാണ് തൊഴിലാളി സംഘത്തിന്റെ ബോർഡ്? CPIക്കാരല്ലേ, വേറെ ആരുമല്ലല്ലോ. ഞാൻ CPIയുടെ പ്രവർത്തനം ഒക്കെ ചിലരുടെ താല്പര്യം സംഭവിക്കാത്ത കാര്യം വരുമ്പോ എന്റെ പേരിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം പലപ്പോഴും പലിശയ്ക്ക് കാശെടുത്തിട്ടാണ് ഭക്ഷണത്തിന് വീട്ടിൽ വലിയ സാധനം പിടിച്ചത്. എന്നുവെച്ചാൽ ശമ്പളം തരാറില്ല. ഇപ്പൊ അവർ പറയുന്നത് എനിക്ക് പിരിയുന്ന സമയത്ത് 60,000 രൂപയുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ശരിയാവോ? അത് കണക്കൂട്ടി ഒരു വലിയ സംഖ്യ ഉണ്ടാവും. എനിക്ക് തരേണ്ട തൊഴിൽ വേതനം എല്ലാവർക്കും 45ഉം 52ഉം ലക്ഷം രൂപ കിട്ടും. എനിക്ക് കിട്ടിയത് വെറും 64,000 രൂപയാണ്. അതാണ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ ആ നോട്ടീസിൽ പറയുമ്പോൾ പറയാനുള്ള ഒരു താല്പര്യം വന്നത് ഇപ്പോഴാണ്. ഇതൊക്കെ പറയാൻ അവസരം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നമ്മളൊക്കെ നിങ്ങൾ പറഞ്ഞത്. പേര് പറയണം, പേര് പറയാനുള്ളതാണ്. പിന്നെ പല നേതാക്കന്മാർ തന്നെ SC വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പലപ്പോഴും അവഗണിക്കുന്ന സമീപനം ഈ CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ തെളിവുകൾ എൻ്റെ ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇനി പറയാൻ സാധ്യതകളുണ്ടല്ലോ. ഞാൻ ഈ പ്രസാദത്തിന് പോകുന്നില്ലല്ലോ. മരിക്കുള്ള പ്രസാദത്തിന്റെ കൂടെ അല്ലേ ഇനി പറയാൻ പല വേദികളും എന്റെ പാർട്ടി എനിക്ക് തരും. അപ്പോഴും നിങ്ങളെ കാണും കാര്യങ്ങൾ പറയാം. അപ്പൊ എന്തായാലും കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഈ നമ്മുടെ അബ്ദുൽ മജീദ് ചെയ്ത ആ മോശമായ സമീപനം അതിൽ തന്നെ സർക്കാർ അതിനകത്ത് ഇടപെട്ടിരിക്കുന്നു. അവരെടുക്കുന്ന സമീപനമാണ്. DSP ആരാ? പോലീസ് ആരാ? സർക്കാരിന്റെ അല്ലേ? സർക്കാരിന്റെ പോലീസല്ലേ അത്? സർക്കാർ പറഞ്ഞ ആ പോലീസിന്റെ സഹായത്തോടെ ആ ചെക്കനെ വളരെ മോശമായ രീതിയിൽ ആ ഗീതാഗോപിക്കെതിരായി വർത്തമാനം പറയുന്നു. അത് മാത്രമല്ല എന്താ എന്റെ കൂടെ നിൽക്കുന്നു എന്ന ഒരു പ്രതിഷേധത്തിന്റെ സ്വരമാണ് അവർക്ക് ഭയപ്പെട്ടുകൊണ്ട് പോലീസിന് ഉപയോഗിച്ച് സർക്കാരിന്റെ സഹായത്തോട് ആ ചെക്കനെ നമ്മുടെ ഇതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ഇനിയും റിമാൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പോൾ കേസ് കൊടുക്കാൻ പോവാണ്. സുനിയുടെ പേരില്, രമേശുമാറിന്റെ പേരില്, അതുപോലെ അമ്മയ്ക്കെതിരായി നിന്ന എല്ലാവരും. പിന്നെ നോട്ടീസ് ഉണ്ട്. നോട്ടീസിന്റെ അകത്ത് നമ്മുടെ മൊബൈൽ ഇട്ടുണ്ട് എന്നെ പുറത്താക്കിയെ സംബന്ധിച്ച്. പാർട്ടി വലിയ ലെറ്റർ പേഡിൽ എഴുതി തയ്യാറാക്കി അയച്ചിട്ടുണ്ട്. അതിന്റെ പേര് ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? CC കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയല്ലേ? അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ പോലീസ് പറയുന്നത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം. ആ പോലീസ് പറയുന്നത് എന്താ? ഇത് തെരഞ്ഞെടുപ്പിൽ SC സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് കേസ്. അല്ലാണ്ട് വേറെ ഒരു കാര്യം അതെടുത്ത് പറയാനില്ല. അതുകൊണ്ട് വളരെ തന്ത്രപൂർവമായ സമീപനം ചെയ്തിരിക്കുന്ന സമീപനമാണ് ഇവരെടുക്കുന്നത്. അതുകൊണ്ട് ആ പ്രതിഷേധം എന്നും ഇന്നും ഞാൻ എന്നും രേഖപ്പെടുത്താൻ ജീവനുള്ള കാലത്തോളം അത് രേഖപ്പെടുത്തി മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.